എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഇതിപ്പോ എല്ലാ വീഡിയോസിലും തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. കാരണം ആദ്യമായിട്ട് കാണുന്നവരൊക്കെ കാണും കേട്ടോ. അവരോട് ആണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തില് ബാലനാകെപ്പാട് ടെൻഷൻ അടിച്ച് ഹോസ്പിറ്റലിൽ അവിടെ ഇരിക്കുകയാണ്. ബാലനൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്താ ചെയ്യണ്ടേ? ഇപ്പം മിഥുനെ കുറിച്ചുള്ള സത്യങ്ങൾ എങ്ങനെയാണല്ലോ മനസ്സിലാക്കണം. മിഥുന്റെ ആ ഒരു പേഴ്സിനകത്ത് മിത്രയുടെ ഫോട്ടോ എങ്ങനെ വന്നു? ഒരു പക്ഷെ അവർ തമ്മിൽ അടുപ്പമില്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും വരേണ്ടതില്ല. പക്ഷേങ്കിൽ മിത്രയുടെ ആ റിലേറ്റീവ് ആണെന്നോ അങ്ങനെയൊന്നും തോന്നുന്നില്ല കണ്ടിട്ട്. അവർ തമ്മിലല്ല വല്ല സ്നേഹത്തിലായിരുന്നോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ആരിനുമായിട്ട് വിവാഹം കഴിഞ്ഞേ? അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ബാലിന്റെ നെഞ്ചിൽ കൂടി ഒരു ഇടുത്തി വീഴുവാണ്. എന്തോ ഒരു പ്രശ്നമുണ്ട്. അവനെ ഒരു പക്ഷെ അപകടത്തിൽപ്പെടുത്തിയത് ആരിനാണോ എന്നൊരു ചിന്ത പോലും ബാലന്റെ മനസ്സിലേക്ക് വരുവാണ്. അതൊക്കെ ഓർത്ത് ബാലനാകപ്പാടെ വിഷമിച്ചിരിക്കുക. എത്ര സമയം ബാലനോട് ഇരുന്നെന്ന് പോലും അറിയില്ല. പിന്നീട് ബാലൻ അവിടുന്ന് പതുക്കെ എഴുന്നേക്കുവാണ്. എഴുന്നേറ്റ് സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനാണ് ആരിന് ആ വഴിക്ക് വരുന്നത്. ആരിനൊരു ഫുഡ് ഡെലിവറി കൊടുക്കാനുണ്ടായിരുന്നു ഹോസ്പിറ്റലിന്റെ അവിടെ. അപ്പൊ അതിനു വേണ്ടി വരുന്നായിരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ബാലൻ ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ട്. പെട്ടെന്ന് ആരിനോർത്ത് ഇതെന്താ അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നേ? ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അച്ഛന് ഹോസ്പിറ്റലിലേക്ക് വരേണ്ട കാര്യമില്ല. അച്ഛന് വയ്യായികയൊക്കെ കുറഞ്ഞെന്ന് അച്ഛൻ പറഞ്ഞു. ഇനി ഹോസ്പിറ്റലിൽ വല്ല മരുന്നും മേടിക്കാൻ വന്നാണോ അതോ ഇനിയിപ്പം ഏതെങ്കിലും ഫ്രണ്ട്സിന് ആരും ഇവിടെ ഉണ്ടോ എന്നൊരു ചിന്ത വരുവാണ്. അപ്പോഴേക്കും ആരും പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്നു. വന്നിട്ട് ബാലിനോട് ചോദിച്ചു, അല്ല അച്ഛൻ എന്താ ഇവിടെയെന്ന് ചോദിക്കുകയാണ്. ബാലൻ ഒരു നിമിഷം ഒന്നും പതറി. എന്തോ മറുപടി പറയണ നിർത്തില്ല. ബാലൻ പെട്ടെന്ന് പറഞ്ഞു, അത് പിന്നെ ഞാൻ ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് പറയണം. ഫ്രണ്ടോ? ഏത് ഫ്രണ്ട് അച്ഛാന്ന് ചോദിക്കണം. അത് എനിക്ക് പരിചയമുള്ള ആളാ, ഇവിടെ ഹോസ്പിറ്റലുണ്ട്. അപ്പൊ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നാന്ന് പറയണേ. ആരിനോടും ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇപ്പൊ പറഞ്ഞിട്ടുണ്ടാ ശരിയാവത്തില്ലോ, അതുകൊണ്ടൊന്നും പറയാൻ പോയില്ല. ആ സമയത്ത് പിന്നെ ആരിന് പ്രത്യേകിച്ച് സംശയം തോന്നില്ല. അല്ല നീ എന്താ ഇവിടെന്ന് ചോദിക്കും. അതെ, എനിക്കിവിടെ ഇവിടുത്തെ ഫുഡ് ഡെലിവറി കൊടുക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു, അതിനു വേണ്ടി വന്നാന്ന് പറയണേ. എന്നാ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ബാലൻ അങ്ങോട്ടേക്ക് പോവാണ്. ബാലനോർത്ത് ഇനിയിപ്പം ഇതിനൂടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എങ്ങനെ ആരും വന്നാണ് ഇവിടെ, ആ ഒരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ആ വഴിയില്ല. ഈ സമയം സാവിത്രിയമ്മ ആകെപ്പാടെ ടെൻഷനിലായിരുന്നു കൃഷ്ണമംഗലത്ത്. കാരണം ഇന്നാണ് തിങ്കളാഴ്ച. ഇന്നാണ് ആനന്ദം പറഞ്ഞിരിക്കുന്നത് വീടിന്റെ ആധാരം എടുത്തു കൊടുക്കണം. എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അച്ഛനും വരുവാണ്. അച്ഛൻ വന്നിട്ട് ചോദിച്ചു, അല്ലെ അമ്മേ വീടിന്റെ ആധാരം എടുത്തോന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ ഞാൻ എടുത്തുതരാം. എപ്പോഴെടുത്തു തരും? വൈകുന്നേരം ആകുമ്പത്തേനും വീടിന്റെ ആധാരം കൈ കിട്ടിയിരിക്കണം, അറിയാലോ എന്ന് പറയണം. അത് കേട്ടപ്പോൾ സാവിത്രിയമ്മ പറഞ്ഞു, ഞാൻ തരൂന്ന് പറഞ്ഞാൽ തരും, എനിക്കെന്താടാ എടുത്തു തന്നാൽ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുവാണ്. അച്ഛനും പറഞ്ഞു, കുറച്ച് ദിവസമായി അമ്മ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പക്ഷെ ഇതുവരെയായിട്ടും എടുത്തു തന്നില്ല, അതുകൊണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേനും രാത്രി വന്നിട്ട് ചോദിച്ചു, എന്താ അച്ഛതേട്ടാന്ന് ചോദിക്കാം. ഞാൻ അമ്മയുടെ ആ വീടിന്റെ ആധാരത്തിന്റെ കാര്യം പറയാന്ന് പറയണം. അല്ല ഇതിപ്പോ അലോകിന്റെ കല്യാണം കഴിഞ്ഞാലും അത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മ ഇന്നാട്ടെ നാളെ ആട്ടെ എന്ന് പറഞ്ഞ് ഓരോ ദിവസം ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുക, അല്ലാതെ അത് എടുത്തു തരുന്നൊന്നും ഇല്ലോന്ന് പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പം അച്ഛനും പറഞ്ഞു, അത് ശരിയാ, ഇന്ന് എടുത്തു തന്നില്ലെങ്കിൽ അനന്തേട്ടൻ ഒരു തീരുമാനം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയണം. ആ സമയത്ത് സാവിത്രിയമ്മയുടെ നെഞ്ചു പടഞ്ഞുകൊണ്ടിരിക്കുക. കോമതി എങ്ങനെയെങ്കിലും കാണണം, അവളോട് കുറച്ച് സമയം സംസാരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം അവളെ കണ്ട് സംസാരിക്കാനായിട്ട് പോയ സമയത്താണ് അനന്തം വന്ന്. സംസാരിക്കാനും പറ്റില്ല. ഇനി തന്റെ മനസ്സിൽ ഈ രഹസ്യം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അവളോട് ആ കാര്യങ്ങളൊക്കെ തുറന്നു പറയണം എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. ആ സമയം കോമതിയാണെങ്കിലോ വല്ലാത്തൊരു ടെൻഷനിലാണ്. കാരണം ബാലേട്ടൻ ഒന്നാമത്തെ കാര്യം വയ്യ, അതിനേക്കാൾ ഉപരി ശ്രീദേവി കടയിലേക്ക് പോയത് ഒട്ടും ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഗോമതി ബാലനെ വിളിക്കണം. ബാലനെ വിളിച്ചു ചോദിച്ചു, എങ്ങനെയുണ്ട് ബാലേട്ട, കടയിലാണോ എന്ന് ചോദിക്കാം. തീട്ടം ബാലൻ പറഞ്ഞു, ഞാൻ കടയിലേക്ക് പോകുന്നോളെന്ന് പറയാം. കടയിലേക്ക് പോകുന്നുള്ളോ? അപ്പൊ ബാലേട്ടൻ എന്താ എവിടെ പോയതാരും ചോദിക്കാം. പെട്ടെന്ന് ബാലൻ പറഞ്ഞു, അത് പിന്നെ എനിക്കൊരു ഡീലറെ കാണാനുണ്ടായിരുന്നു പറയാം. അതാണോ? ഞാൻ കരുതി ഇനിയിപ്പോ വേറെ എവിടെയെങ്കിലും പോയതാണെന്ന്. അതെ, അധികം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കൊന്നും വേണ്ട കേട്ടോ. കടയിൽ എവിടെയെങ്കിലും പോയി അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ മതി. ശരീരം അധികം അനക്കൊന്നും വേണ്ട, വേദനയൊക്കെ ഉണ്ടാവുമെന്ന് പറയണം. അല്ലെങ്കിൽ എനിക്കെന്നാണ് ബാലേട്ടനെ വിടാൻ ഒട്ടും മനസ്സില്ലായിരുന്നു, ഞാൻ പോയിക്കോളാന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ ചോദിക്കും. അതൊന്നും കുഴപ്പമില്ല ഗോമതി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചേരം സംസാരിച്ചിട്ട് ബാലൻ കോള് കട്ട് ചെയ്യണം. ഇനിയിപ്പോൾ ഗോമതി തന്നിൽ നിന്ന് എന്തേലും ഒളിക്കുന്നുണ്ടോ? വൈകുന്നേരം ചെന്നിട്ട് വേണം അവളോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കണം എന്നൊക്കെ മനസ്സിൽ കരുതുവാണ്. ആ സമയത്ത് ഉദയഭാന്റെ അടുത്തേക്ക് ശ്രീകല എന്നു. ശ്രീകല എന്നിട്ട് പറഞ്ഞു, അതെ നമുക്ക് ഇന്ന് കട വരെ ഇന്ന് പോണമെന്ന് പറയണം. കടയിലോ? അതെ, അവളല്ലേ ശ്രീദേവി അല്ലേ കടയിലിരിക്കുന്നേ, നമുക്ക് അങ്ങോട്ട് ചെല്ലാം. നോക്കട്ടെ, ഒരു മാസത്തിനുള്ള സാധനം കിട്ടുമെങ്കിൽ അത്ര ആയില്ലേന്ന് ചോദിക്കാം. അപ്പോഴേക്കും ശ്രീവിധി വന്നിട്ട് പറഞ്ഞു, നല്ല കഥയായി, അങ്ങോട്ടേക്ക് രണ്ടുപേരും ചെന്നിട്ടുണ്ടെങ്കിലേ ചേച്ചി മിക്കവാറും പൈസ അവിടെ മേടിച്ചു വെപ്പിക്കുമെന്ന് പറയണം. പൈസയാ? അതിന് എവിടെ ഇരിക്കുന്ന പൈസ കൊടുക്കാൻ? അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ചേച്ചി പറയും സാധനം മേടിച്ച് കഴിയുമ്പോൾ പൈസ എടുത്ത് വെക്കാനായിട്ട്. മിക്കവാറും
ചേച്ചിയുടെ അമ്മായച്ചനോടെ ഉണ്ടാ കുഴപ്പമില്ല, അയാൾ ചിലപ്പോൾ പറയായിരിക്കും പൈസയൊന്നും വേണ്ടെന്ന് ആ ബാലൻ. പക്ഷെ ചേച്ചി പറയും പൈസ വേണമെന്ന് പറയും, ചേച്ചിയുടെ സ്വഭാവം അറിയാലോ എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ഉദയഭാനു പറഞ്ഞു, ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ലോ ശ്രീകലെ, എന്താണെങ്കിലും അവളെ നമ്മളല്ലേ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്, അതും ഇത്രയും കള്ളത്തരങ്ങളെ കാണിച്ചിട്ട്. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, റെഡിയാവ്, ഞാനും വരാം, നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ട് ചെല്ലാന്ന് പറയണം. ഇനി അവൾ തന്നെ ഉള്ളെങ്കിൽ അവളെ സോപ്പിട്ട് എങ്ങനെയാണ് കുറച്ച് സാധനങ്ങളും മേടിക്കാലോ, അല്ലെങ്കിൽ കുറച്ച് പൈസ കിട്ടിയാലും മതിയല്ലോ എന്ന് പറയാം. ശ്രീകല പറഞ്ഞു, അത് ശരി തന്നെയാ, പക്ഷെ അവള് പൈസയൊന്നും അടിച്ചു മാറ്റും തോന്നില്ല, നമുക്ക് നോക്കാം എന്നൊക്കെ പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ റെഡിയായിട്ട് കടയിലേക്ക് അങ്ങോട്ട് പോകാൻ തുടങ്ങുവാണ്. ആ സമയത്ത് ബാലൻ കടയിലേക്ക് ചെല്ലുവാണ്. ബാലന്റെ മനസ്സ് ആകെപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായിരുന്നു. അങ്ങനെ ബാലൻ കടയിൽ ചെന്ന് ഇരിക്കുവാണ്. ഈ സമയത്ത് ബാലന്റെ മുഖം കണ്ടപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് രാമേട്ടന് തോന്നി. രാമേട്ടൻ വന്നിട്ട് ചെന്താ ബാലാന്ന് ചോദിക്കണേ. ഒന്നുമില്ലാന്ന് പറയണം. പിന്നെ നിന്റെ മുഖത്ത് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളേ? ഒന്നുമില്ലാന്ന് പറയണം. അപ്പോഴേക്ക് ശ്രീദേവി വന്നിട്ട് ബാലച്ച എങ്ങനെയുണ്ട് കടയെ കണ്ട്? ആ കൊള്ളാം മോളേന്ന് പറയണം. പക്ഷേങ്കിൽ ശ്രീദേവി ശ്രദ്ധിച്ചപ്പോൾ ബാലൻ ഈ ലോകത്തെ ഇന്ന് മനസ്സിലായി. ഇന്നലെ കണ്ട ബാലച്ചനല്ല, ഇന്ന് മനസ്സിൽ എന്തോ ഒരു ടെൻഷൻ ഉണ്ടെന്ന് മനസ്സിലായി. പിന്നീട് ശ്രീദേവി ഇതിനെക്കുറിച്ച് ചോദിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ ബാലനൊന്നും വിട്ടു പറയാൻ കൂട്ടാക്കിയില്ല. പിന്നീട് ബാലൻ പറഞ്ഞു, മോളെ ഇന്നലത്തെ കണക്കുകളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു കഴിയുമ്പോഴത്തേനും ശ്രീദേവി കാര്യങ്ങളൊക്കെ പറയണം. ഇന്നലെ ഡീലറെ കണ്ടതും കാര്യങ്ങളും അവർക്ക് പൈസ കൊടുത്തും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കണക്കുകളും എല്ലാം ബാലിന് കൊടുക്കുകയാണ്. ബാലിന് അതെല്ലാം നോക്കുകയാണ്. ഈ സമയത്ത് ആകാശും മീനാക്ഷിയും കൂടെ നേരെ മീനാക്ഷിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം അങ്ങോട്ടേക്ക് ഇറങ്ങി വന്ന ശാന്തിയാണ്. ശാന്തി വന്നിട്ട് അവരെ കണ്ട് ഭയങ്കര സന്തോഷമായി. പിന്നെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി സംസാരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് രവീന്ദ്രൻ ഇറങ്ങി വരുന്നത്. രവീന്ദ്രനോട് മീനാക്ഷി എന്നിട്ട് പറഞ്ഞു, അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ഇന്നലെ ശ്രീദേവിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ പറഞ്ഞു, വിഷമോ? എനിക്ക് എന്ത് വിഷമോ? എനിക്ക് വിഷമമൊന്നുമില്ല, എനിക്ക് ആകാശിനെ ഓർത്തോ സങ്കടമുള്ളതെന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു, അതെന്താ അങ്കിളെ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുക. അല്ല, നിനക്ക് ആ കടയിലൊരു വിലയില്ലോ എന്ന് ഓർത്തിട്ടാ. നിനക്ക് എന്തെങ്കിലും ഒരു വില ഉണ്ടായിരുന്നെങ്കിൽ അവര് എന്നെ ആ കടയിൽ നിന്ന് ഇറക്കി വിടില്ലായിരുന്നു, അവിടെ ഇരിക്കുക, ആകാശ് വന്നിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞേനെ. പക്ഷെ നിനക്കൊരു വിലയില്ലാത്തോണ്ടല്ലേ അങ്ങനെ. കാരണം എന്താ, നിന്റെ സ്വന്തം കടയില്ല, അതുകൊണ്ട് മാത്രം അതങ്ങനെ. ഒരു പക്ഷെ നിന്റെ സ്വന്തം കടയായിരുന്നെങ്കിൽ എന്നെ ആരും അവിടെ നിന്ന് ഇറക്കി വിടില്ലായിരുന്നു പറയണം. അത് കേട്ടപ്പോൾ ആകാശിന് ഭയങ്കര ബുദ്ധിമുട്ടായി. മീനാക്ഷി പറഞ്ഞു, അച്ഛൻ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, ഇനി അച്ഛൻ ആ കടയിലേക്ക് എന്നിട്ടുണ്ടെങ്കിൽ ആരും ഇറക്കി വിടാൻ പോകുന്നില്ല. അങ്ങനെ ആരെങ്കിലും ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ഈ മീനാക്ഷി അവരോട് ചോദിച്ചാളാന്ന് പറയാം. പക്ഷെ ഇതെന്താണ് ശ്രീദേവി അടുത്തിട്ട് ഞാൻ ചോദിക്കുക തന്നെ ചോദിച്ചു, പക്ഷേങ്കിൽ അതിന് കൃത്യമായൊരു ഉത്തരവും തന്നിട്ടില്ല. ശ്രീദേവിച്ച് അവിടെ ഇവിടെ ഇല്ലാതെ സംസാരിക്കുകയോ ചെയ്തേ. ഇതിനുള്ള പണി എന്താണെന്ന് ഞാൻ കൊടുത്തോളാം, അത് ഓർത്തിട്ട് അച്ഛനും അമ്മയും വിഷമിക്കൊന്നും വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. ശാന്തി പറഞ്ഞു, എനിക്ക് സങ്കടം അതല്ല, ഒന്നുമല്ലേ ഒരു തഹസിൽദാറല്ലേ, ഒരു ഗവൺമെന്റ് ജോലിക്കാരല്ലേ, അതിനുള്ള പരിഗണന പോലും കൊടുക്കാതെയല്ലേ കടയിൽ നിന്ന് ഇറക്കി വിട്ടത്. ഇത് കേട്ട് ഞാൻ മീനാക്ഷി പറഞ്ഞിട്ട് കാര്യമില്ല, ശ്രീദേവി അടുത്ത് ചില സമയത്ത് ഇങ്ങനെയൊക്കെയാ, 5 പൈസയുടെ വിവരം ബോധമൊന്നും കാണത്തില്ല എന്ന് പറയണം. രവീന്ദ്രൻ പറഞ്ഞു, അതൊന്നുമല്ല, അവർക്ക് നല്ല വിവരവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരും മനഃപൂർവ്വം എന്നെ അപമാനിക്കാണ്ട് ശ്രമിച്ചാ അതെനിക്ക് മനസ്സിലാവും ചെയ്തെന്നൊക്കെ പറയാം. അത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു, സാരമില്ല പോട്ടെ വെച്ചാന്നൊക്കെ പറയണം. അപ്പോഴേക്കും ശാന്തി പറഞ്ഞു, എന്തിനാ നിങ്ങൾ അവിടെ ഇങ്ങനെ ആട്ടുന്നുപ്പും കെട്ട് കിടക്കുന്നത്, ഇങ്ങോട്ടേക്ക് പോരെ, ഇത്രയും വലിയൊരു വീട് ഉണ്ടാക്കിയിട്ടിരിക്കുന്നു, ഞങ്ങൾ 2 ആത്മാക്കൾ മാത്രമല്ലേ ഇവിടെ ഉള്ളൂ, നിനക്ക് ഇവിടെ വന്നാൽ സുഖമായിട്ട് ജീവിക്കാലോ, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് പറയണം. ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു, ശരി ആകാശേ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വയസ്സും പ്രായമായി വരിക, ഞങ്ങളെ നോക്കണ്ടേ, ഇത് നിങ്ങളല്ലേ, ഞങ്ങൾക്ക് ഒറ്റ മോളാന്നുള്ള കാര്യം അറിയാലോ, ഇനിയിപ്പം ഞങ്ങളിങ്ങനെ കുറച്ച് കാലം കൂടെ നിൽക്കും, പിന്നീട് ഞങ്ങൾ കിടപ്പിലായി പോയാലും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വേണ്ടേ നോക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം മീനാക്ഷി പറഞ്ഞു, അച്ഛാ അങ്ങനെ എടുത്ത് ചാടി ഞങ്ങൾക്ക് പോരാൻ പറ്റുന്ന കാര്യമാണോ, അവിടുത്തെ അച്ഛൻ്റെ സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ, അച്ഛൻ അന്ന് ഇഷ്ടപ്പെടുന്ന കാര്യമില്ല, ഇപ്പോഴിങ്ങോട്ടേക്ക് വന്നത് പോലും അച്ഛന് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല എന്ന് പറയണം. പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു, എന്തായാലും ഞാനൊരു കാര്യം പറയാം, ആകാശ് ആ കടയിൽ കിടന്ന് കഷ്ടപ്പെടുന്നതിന് എനിക്കൊരു താല്പര്യമില്ല, ഒന്നെങ്കിൽ ആകാശ് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണം, അല്ലെങ്കിൽ പഠിച്ചെന്തെങ്കിലും ഗവൺമെന്റ് ജോലി എന്തെങ്കിലും വാങ്ങിക്കാൻ നോക്ക്, എൻ്റെ അഭിപ്രായം അതാ, രണ്ടിലേതാന്ന് വെച്ചാൽ ആകാശിനെ തിരഞ്ഞെടുക്കാന്നൊക്കെ പറയണം. അങ്ങനെ കുറേ സമയം സംസാരിച്ചിരുന്നതിന് ശേഷമാണ് മീനാക്ഷി ഓഫീസിലേക്കും ആകാശ് കടയിലേക്കും വരുന്നത്. ഈ സമയത്ത് കടയിലേക്ക് ആകാശ് വന്നപ്പോൾ ശ്രീദേവിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, കാരണം അത്രയും താമസം വന്നുകൊണ്ട്. പിന്നെ ശ്രീദേവി എന്നിട്ട് അല്ല ആകാശ് ഇത്ര സമയത്ത് എവിടെയാരും ചോദിക്കണം. അപ്പം ബാലൻ കടയിൽ ഇരിക്കുന്നുണ്ട്. ഈ സമയം ആകാശ് പറഞ്ഞു, അതെ ഞാൻ അച്ഛനോട് പറഞ്ഞോളാന്ന് പറയണം. ബാലൻ ചോദിച്ചു, നീ എവിടെയാണ് ചോദിക്കണം. ഞാൻ മീനാക്ഷിയുടെ വീട്ടു വരെ പോയതായിരുന്നു പറയണം. ശ്രീദേവി പറഞ്ഞു, ഓഹോ, അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ കടയിലുള്ള സമയത്ത് കടയിൽ കാണണം, അതിന് അവിടെ ഇവിടെ കറങ്ങി നടന്നിട്ട് കാര്യമില്ല, മീനാക്ഷിയുടെ വീട്ടിൽ വേണേൽ ആകാശിന് വൈകുന്നേരം പോവായിരുന്നല്ലോ. ഇത് കേട്ടപ്പം ആകാശിന് നല്ല ദേഷ്യം വന്നു. അല്ലെങ്കിൽ തന്നെ രവീന്ദ്രനെ കണ്ടു വന്നപ്പോൾ തൊട്ട് ആകാശിന് നല്ല ദേഷ്യമായിരുന്നു. ഈ സമയം ആകാശ് പറഞ്ഞു, അതെ കൂടുതൽ എന്നെ ഭരിക്കാൻ വരണ്ട, പറഞ്ഞു കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് ശ്രീദേവിയോട്. തലയിരിക്കുമ്പോൾ വാലാണ്ട കാര്യമില്ല,
ഇത്രയും കാലം അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും പോയിക്കൊണ്ടിരുന്നേ. ശ്രീദേവി അടുത്ത് വന്നിട്ട് ഇതേ 2 ദിവസമല്ലേ ആയുള്ളൂ. അതുകൊണ്ട് ശ്രീദേവി അടുത്തിട്ട് പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല, ഞാൻ അച്ഛനോട് പറഞ്ഞോളാന്ന് പറയണം. ആ സമയം ബാലൻ പറഞ്ഞു, ശ്രീദേവി പറഞ്ഞാൽ എന്താടാ തെറ്റിരിക്കുന്നത്? കടയിൽ വരുന്ന സമയത്ത് കൃത്യസമയത്ത് വന്ന് കടയിൽ വന്ന് സാധനങ്ങൾ എടുത്തു കൊടുക്കാനും കടയിലെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അവിടെ ഇവിടെ തെണ്ടി തിരിഞ്ഞിട്ട് തോന്നുന്ന സമയത്തല്ല വരണ്ടേന്ന് പറയാം. അതുകൂടെ കേട്ടിപ്പോൾ ആകാശന് നല്ല ദേഷ്യമായി. അപ്പോഴേക്ക് ശ്രീദേവി സപ്പോർട്ടായിട്ട് വന്നു. ഞാനും അപ്പോഴേ പറഞ്ഞില്ലേ ബാലച്ച, ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ ആകാശന് എന്നെ ഇഷ്ടമില്ല, ഞാൻ എന്തോ വലിയ കുറ്റപ്പെടുത്തലാന്നാ പറയണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീദേവി ബാലനോടൊപ്പം ചേർന്ന് ആകാശിനെ കുറ്റപ്പെടുത്തുകയാണ്. ആകാശന് നല്ല കട്ടക്കലിപ്പായി. അപ്പോഴേക്കും ധർമ്മം വന്നു. ധർമ്മന് മനസ്സിലായത് ഇപ്പോൾ സെയിം കോൺട്ര ആവുന്നു. പെട്ടെന്ന് ആകാശിനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ്. അപ്പോഴേക്കുമാണ് ഉദയഭാനും ശ്രീദേവിയും കടയിലേക്ക് അങ്ങോട്ട് കയറി വരുന്നത്. അവരെ കണ്ടത് ശ്രീദേവിക്ക് ഒരു ഞെട്ടലുണ്ടായി. ശ്രീകല ഉദയഭാനും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ദൈവമേ ഇനി എന്തിനാണോ വരുന്നത്, ഇനി വല്ല സാധനം വാങ്ങാനാണോ, വന്നിട്ട് പൈസ കൊടുക്കാതെ പോയാൽ താൻ നാണം കിടൂലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. ആകപ്പാടെ വല്ലാത്തൊരു ഞെട്ടലോടെ നിൽക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്. നന്ദി.